ഹലോ, എല്ലാ കൂട്ടുകാർക്കും ജാസ് ഡ്രീം ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചുമരിൻ്റെ ഭാഗത്തിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കബോർഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചുമരൊക്കെ ഉണ്ടാവില്ലേ, അവിടെ കൊണ്ടുവന്നൊന്ന് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ചെറിയ രീതിയിൽ മേക്ക് ഓവർ ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ ക്ലോക്ക് നമ്മുടെ ഈ ഒരു ചുമറിൻ്റെ സെൻറ്റർ പാർട്ടായിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലോക്ക് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ബോക്സ് പാർട്ടിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ബുക്സ് എടുത്ത് വെച്ചു. പിന്നെ അവിടെ ആ നടുക്കിരിക്കുന്ന ഒരു കിണ്ടി എന്നല്ലേ പറയാം. ആ കിണ്ടി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ശിവരാത്രി മണപ്പുറം ഉണ്ടാവില്ലേ നമ്മുടെ ആലുവയിൽ, അവിടെ പോയപ്പോൾ പണ്ട് ഭയങ്കര ചെറിയൊരു എമൗണ്ടിൽ എനിക്ക് തോന്നുന്നു 30-40 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. കുറേ പഴക്കമുള്ളതാണ്. അപ്പോൾ അതൊന്നും ആദ്യം നമ്മുടെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സിമെൻറ്റ് കൊണ്ടുള്ള കുറച്ച് പാത്രങ്ങൾ പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇത് ചെടിച്ചട്ടിയായിട്ട് വെക്കാനാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡെക്കറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ എവിടെയും പ്ലാന്റ്സ് മുഖ്യം വികിലേ. ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എനർജി തന്നെയാണ്. അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയാലും ഒറിജിനൽ പ്ലാന്റ്സ് ആയാലും എനിക്ക് ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഈ ഒറിജിനൽ മണി പ്ലാന്റ് ആണ്. ഇനി ഇതൊക്കെ തന്നെ എത്രത്തോളം പിടിക്കുന്നുള്ളത് എനിക്കറിയില്ല, കാരണം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കണോ. എന്തായാലും നമ്മൾ മണി പ്ലാന്റ് വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റും സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചാൽ അടുത്ത ഐറ്റം വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഷോക്കേസിലൊക്കെ ഇരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. പിന്നെ കൂടാതെ നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റും മുഖ്യമാണ്. അപ്പോൾ ആ ഒരു ലൈറ്റും കൂടി ഞാനിങ്ങനെ സ്റ്റാർ ലൈറ്റാണ് കേട്ടോ, അതും കൂടി ഇങ്ങനെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ചുറ്റിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടുട്ടുവിൻ്റെ ഒരു കരവിരുതാണ് കേട്ടോ. ടുട്ടു എന്തൊക്കെയോ ക്ലേ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണാനൊരു ലുക്കുണ്ട്, കരവിരുതിൻ്റെയൊക്കെ ഓർമ്മക്കായിട്ട് അവിടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ. ഇനി കുറച്ചും കൂടി പച്ചപ്പൊക്കെ വേണം തോന്നിയായിരുന്നു. പിന്നെ ആ ഒരു ചുമരിൻ്റെ മുകളിലോട്ടും കുറച്ചെന്തെങ്കിലുമൊക്കെ വേണം തോന്നിയായിരുന്നു. അപ്പോൾ നമ്മളിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഈ നടുക്ക് വെച്ചേക്കണ ചെടിയാണ് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലാണ്, ബാക്കി രണ്ടും ഒറിജിനലാണ്. പിന്നെ ഈ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, മറ്റേ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഈ ഒരു പിക്ചറും കൂടെ ഒട്ടിച്ചു. ഇത് മറ്റേ MDFൽ വരുന്നൊരു പിക്ചറാണ്. അപ്പോൾ ആ ഒരു പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത് ശരിക്കും സെറ്റായിട്ട് വന്നായിരുന്നു. 3 ഉണ്ടായിരുന്നു, യെല്ലോ പിന്നെ റെഡ് ബ്ലാക്കും കൂടെ വന്നത്. നമ്മൾ അതിന് ബ്ലാക്ക് മാത്രം എടുത്തിട്ട് ഇവിടെ വെച്ച് ഇവിടുത്തെ ഒരു കോമ്പിനേഷന് അത് മാച്ച് ആവണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കാം. ലെഫ്റ്റ് സൈഡിലോട്ട് കുറച്ചൊരു ബ്രൗണിഷ് ഇങ്ങനെ പടർന്ന് കയറുന്ന ടൈപ്പ് ചെടി കിട്ടിയുണ്ട്, അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലൈറ്റൊക്കെ ഇട്ട് നമുക്കിവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒരു നല്ല ആംബിയൻസിലൊക്കെ കുറച്ച് അടിച്ച് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രാത്രി സമയത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആവണ്ടല്ലോ, കുറച്ച് സമയം ഓരോ സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ രീതിയിൽ ചെന്നിരിക്കുക, നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.